ഖത്തറിലേക്ക് വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ദോഹയിൽ നിരവധി സ്ഫോടനങ്ങളും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകളും വരികയാണ്. ദിവിഷ് മണി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ദിവിഷ്, നേരത്തെയും ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്താണ്? എവിടെയൊക്കെയാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നത്? പ്രജീഷ് കൈപ്പള്ളി, ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനൊരു ആക്രമണം അവർ നടത്തിയതായിട്ട്, അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ദോഹ അടക്കമുള്ള ഖത്തറിലെ പ്രധാന ഇടങ്ങളിൽ പലതവണ പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേട്ടു എന്നാണ് വിവിധ വാർത്താമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഹമാസിൻ്റെ പ്രധാന നേതാക്കളൊക്കെ പലപ്പോഴും അവർക്ക് അഭയം നൽകിയിട്ടുള്ള ഖത്തറാണ്. ഖത്തറിൽ നിന്നാണ് ഹമാസിൻ്റെ പല നേതാക്കളും പലസ്തീനിലെയും ഗസയിലെയും ഇസ്രയേലിലെയും ഒക്കെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങൾ അടക്കം ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 നടന്ന ആ ആക്രമണത്തിന് ഉത്തരവാദികളായ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന ഇസ്രയേൽ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ആക്രമണം എന്നാണ് വിവരം. ഇസ്രയേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസി കൂടിയായ ഷിൻബെറ്റുമായി ചേർന്നാണ്, ഇസ്രയേൽ സൈന്യവും ഷിൻബെറ്റുമായി ചേർന്നാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ്. കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കുന്ന നിലയിലാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ അതിൽ എങ്ങനെയാണ് മരണസംഖ്യ ഉണ്ടോ, എത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വന്നു എന്ന കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചുകൊണ്ട് എക്സിലൂടെ തന്നെ ഇസ്രയേൽ സൈന്യം അത് വ്യക്തമാക്കുന്നത്. വളരെ കൃത്യമായ ആക്രമണമാണ് തങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട്, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹമാസിൻ്റെ നേതൃത്വം ഖത്തറിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ്, പ്രത്യേകിച്ചും ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് തുടർന്നുള്ള മറുപടി, അതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഈ ആക്രമണം എന്നതാണ്. നേരത്തെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഖത്തറിലൊക്കെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാലും അതിനുള്ള പ്രതിരോധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വളരെ ശാന്തമായി ഈ മേഖല മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വീണ്ടും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസാണ് ലക്ഷ്യം എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഇനി ഏതെങ്കിലും നിലയിൽ ഈ ആക്രമണത്തെ ഇസ്രയേൽ സേന പ്രതിരോധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മിസൈൽ പ്രതിരോധ കവചങ്ങളടക്കം ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയങ്ങൾക്കകം വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിവിലിയൻസിന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുന്നറിയിപ്പുകളൊക്കെ തങ്ങൾ നൽകിയിരുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പക്ഷം. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ദോഹയിലടക്കം വിവിധയിടങ്ങളിൽ ബോംബ് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ വരുന്നു. അത് കൃത്യമായി ഹമാസിൻ്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേൽ സേനയുടെയും അവരുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിൻ്റെയും ചേർന്നുള്ള ഏകോപനത്തിലൂടെയുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ഇസ്രായേൽ